നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അവസാനമായൊന്ന് ജന്മനാട്ടിലേക്ക് എത്താനോ ബന്ധുക്കളെ കാണാനോ ആയില്ല. പ്രവാസ ലോകത്ത് ഒരു മലയാളി കൂടെ മരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചധികം കാലമായി ഹൃദയാഘാതം പോലുള്ള അസുഖങ്ങൾ കാരണം നിരവധി പ്രവാസികളുടെ ജീവനാണ് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലർ നാട്ടിലേക്ക് തിരികെ എത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കവെയാണ് അവരെ മരണം തേടിയെത്തുന്നത്. മറ്റു ചിലരെയാകട്ടെ പ്രവാസ ലോകത്തേക്ക് എത്തി ദിവസങ്ങൾക്കുള്ളിൽ മരണം കീഴ്പ്പെടുത്തുന്നു. വർദ്ധിച്ചുവരുന്ന ഇത്തരത്തിലുള്ള മരണസംഖ്യ പ്രവാസികളിൽ ചെറിയൊരു ഭീതി ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് പ്രവാസി മലയാളിയായിട്ടുള്ള പ്രകാശിന്റെ മരണവാർത്തയാണ് പ്രവാസ ലോകത്ത് നിന്ന് പുറത്തുവരുന്നത്. രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്നാണ് റിയാദ് ഷുമൈസി കിങ് സവാദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന ഇദ്ദേഹം മരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ടില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. ഈ മാസം 1-നാണ് ഇദ്ദേഹത്തിന്റെ രോഗം വർദ്ധിക്കുന്നത്. കണ്ണൂർ കരിമ്പം കുറുമാതൂർ കൊണിയൻകണ്ടി ഹൌസിൽ പ്രകാശനാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റിയാദിൽ നിന്ന് 70 കിലോമീറ്റർ അകലെ മുസാഫിയയിൽ ഗ്ലാസ് കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു പ്രകാശൻ. അവിടെ താമസ സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹത്തിന് രക്തസമ്മർദ്ദം ഉണ്ടാകുന്നത്. ഉടനെ തന്നെ അദ്ദേഹത്തെ മുസാഫിമിയ ജനറൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഷുമൈസിയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. 13 ദിവസം ഇവിടെ വിവിധ ശസ്ത്രക്രിയകൾക്ക് വേണ്ടി ഇദ്ദേഹത്തെ വിധേയനാക്കുകയും പിന്നീട് അദ്ദേഹം അബോധാവസ്ഥയിലേക്ക് എത്തുകയുമായിരുന്നു. അതിനിടയിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു എന്ന വിവരങ്ങളൊക്കെ ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നിയമ നടപടിക്രമങ്ങളൊക്കെ പൊതുപ്രവർത്തകരായിട്ടുള്ള നാസർ കല്ലറയുടെ നേതൃത്വത്തിലാണ് YCC മുസാഫിമിയ യൂണിറ്റ് പ്രവർത്തകരായിട്ടുള്ള ജയൻ മാവിള, ശ്യാംകുമാർ അഞ്ചൽ എന്നിവരൊക്കെ ചേർന്ന് നടത്തിയതെന്നതാണ് വിവരം. പ്രകാശിന്റെ സ്പോൺസറും സുഹൃത്തുക്കളും ചേർന്ന് ഇത്തരത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് അദ്ദേഹത്തെ തിരികെ നാട്ടിലെത്തിച്ചിരിക്കുകയാണ്. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തുവരുന്നുണ്ട്. അതേസമയം യുവാക്കളിലെ ഹൃദയാഘാതം ആശങ്കാജനകമാകുന്ന വിധത്തിൽ തന്നെയാണ് വർദ്ധിച്ചു വരുന്നത് എന്ന പഠനങ്ങളും ഇതോടൊപ്പം തന്നെ പുറത്തുവരുന്നുണ്ട്. ഹൃദയാഘാതം പ്രായമായവർക്ക് മാത്രമേ വരൂ എന്നതായിരുന്നു പൊതുവെയുള്ള ധാരണ. എന്നാൽ ഇപ്പോൾ 30-നും 40-നും ഒക്കെ ഇടയിലുള്ള നിരവധി ചെറുപ്പക്കാരിലും ഈ അസുഖം ഉണ്ടാകുന്നുണ്ട്. സമ്മർദ്ദം, ഉറക്കമില്ലായ്മ, പുകവലി, മദ്യപാനം, പ്രമേഹം, രക്തസമ്മർദ്ദം, പൊണ്ണത്തടി തുടങ്ങിയിട്ടുള്ള നിരവധി ഘടകങ്ങളാണ് ഹൃദയാഘാതങ്ങളിലേക്ക് നയിക്കുന്നത്. ഹൃദയാഘാതം വരുന്നവരുടെ ജീവിതശൈലിയും ശീലങ്ങളിലെ മാറ്റങ്ങളുമൊക്കെയാണ് ഇതിന് കാരണമായി മാറുന്നത് എന്നതാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ ഇന്ന് ആധുനിക ജീവിതശൈലിയുടെ ഭാഗമാണ്. ഉയർന്ന കലോറിയുള്ള പോഷകാംശമില്ലാത്ത ഫാസ്റ്റ് ഫുഡുകളോടുള്ള ആസക്തി കൂടി എന്നതും ഇതിന് മറ്റൊരു കാരണമായി പറയുന്നു. പുകവലി, മദ്യപാനം തുടങ്ങിയിട്ടുള്ള ശീലങ്ങളും വ്യായാമമില്ലായ്മയും ഒക്കെ ഹൃദയാഘാതത്തിന്റെ കാരണമായി മാറാറുണ്ട്. അമിതമായിട്ടുള്ള ശരീരഭാരം ഹൃദയത്തെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ശരീരഭാരം കൂടുന്നത് രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കൂടാൻ ഇടയാക്കും. അതിനാൽ തന്നെ സമീകൃത പോഷകാഹാരത്തിലൂടെയും ക്രമമായിട്ടുള്ള വ്യായാമത്തിലൂടെയും ഒക്കെ ആരോഗ്യകരമായ ഭാരം നിലനിർത്തുന്നത് ഹൃദയാഘാതത്തെ സാധ്യത കുറയ്ക്കും എന്നുള്ള സൂചനയാണ് വിദഗ്ധർ പങ്കുവയ്ക്കുന്നത്. ആധുനിക കാലത്ത് യുവാക്കൾ വലിയ സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, പ്രത്യേകിച്ച് പ്രവാസികൾ. സമ്മർദ്ദം കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയിട്ടുള്ള ഹോർമോണുകളുടെ അമിതമായിട്ടുള്ള പ്രസരണയ്ക്ക് കാരണമാകും. ഇത് കാലക്രമേണ ധമനികളെ ബാധിക്കുകയും ചെയ്യും. ഇതിനാൽ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കുകൾ പരിശീലിക്കുന്നത് ആരോഗ്യകരമായ ഹൃദയത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നുകൂടെ ഈ ഒരു പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു.